സന്ദീപ് വാര്യർ, ഇവിടെ നമുക്കറിയാം, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എത്രമാത്രം സൗഹൃദമുള്ളവരാണെന്നും ബോണ്ടാണെന്നുള്ളതും, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിൽ ഷാഫിയുടെ എഫർട്ട് എത്രയാണെന്നുള്ളതും, രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് പരിചയപ്പെടുത്തൽ ഷാഫിയുടെ എഫർട്ട് എത്രയാണെന്നുള്ളതും ഒക്കെ നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ വലിയ എതിർപ്പും വലിയ പരാതിയും ഉയർന്നപ്പോൾ ഷാഫി ഒരൊറ്റയ്ക്ക് ഒരു പട്ടാളം പോലെ രാഹുലിന് വേണ്ടി വാദിച്ചതും രാഹുലിനെ നിർത്തിയതും രാഹുലിനെ ജയിപ്പിച്ചെടുത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഷാഫിക്കെതിരെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ സമരമാണ്, ഷാഫി ഉന്നം വെക്കലാണ് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് സന്ദീപ്? ഷാഫിക്കെതിരെ എന്ത് പരാതിയാണുള്ളത്? അല്ല, ഷാഫിക്കെതിരെ സമരം ഉണ്ടാകുമ്പോൾ ഷാഫിക്കെതിരെ എന്ത് പരാതിയാ? അല്ല, ഷാഫിക്കെതിരെ സമരം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ സമരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞത് ഓക്കെ ഓക്കെ ശരി. ഷാഫിക്കെതിരെ സമരം ഉണ്ടാകുന്നതിന് പുറകിൽ രാഷ്ട്രീയമാണെന്നും, വടകര പോലെ CPM ഒരു ശക്തി ദുർഗത്തിൽ 1,10,000-ലധികം വോട്ടിന് CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യതയുണ്ടായിരുന്ന KK ശൈലജയെ പരാജയപ്പെടുത്തിയതിലുള്ള CPM വല്ലാത്ത അസഹിഷ്ണുതയാണെന്നും സാമാന്യനെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല, ഷാഫി പറമ്പിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന, കേരളത്തിൽ വളരെയധികം ജനപ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്നും അദ്ദേഹത്തിന് ദീർഘമായിട്ടുള്ളൊരു രാഷ്ട്രീയം ബാക്കിയുണ്ട് എന്നുള്ളതുമൊക്കെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു വ്യക്തി ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന, ഇന്നും പരാതിയില്ലാത്ത ഒരു കേസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വടകരയിലെ ലോക്സഭാംഗമായിട്ടുള്ള ഷാഫി പറമ്പിലിനെ അദ്ദേഹത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന സഞ്ചരിക്കാനുള്ള അവകാശത്തെ തടഞ്ഞുകൊണ്ട്, നമ്മൾ പരാതിയില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഇതിനുള്ള ന്യായമല്ല കേട്ടോ. ഞാൻ പറയുന്നത് പരാതിയില്ല എന്ന് പറയുന്ന നിയമത്തിന്റെ കണ്ണിൽ സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ആ കേസ് നിലനിൽക്കുമോ എന്നതിനെ കുറിച്ചുള്ള സാങ്കേതിക ആലോചനയും സാങ്കേതിക ആശങ്ക മാത്രമാണ്. പരാതിയില്ല എന്നുള്ളത് ഒരു കോളുവായിട്ടും ഹേതുവായിട്ടും എടുക്കരുത്. ഞാൻ ആ ഭാഗത്തേക്ക് വന്നില്ലല്ലോ. അല്ല, പറയൂ. ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഷാഫി പറമ്പിന്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ കേസിന്റെ കാര്യമല്ല പറയുന്നത്. ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ MP അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള, അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശം, ഒപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള കടമകൾ നിർവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം നടത്തുകയാണ്. നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വഴിതടയുക, സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം, ആർക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഷാഫി പറമ്പിൽ MP വഴിതടയുക മാത്രമല്ല, അദ്ദേഹത്തെ പുലഭ്യം പറയുന്നു, പച്ച മലയാളത്തിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്നു. ഇതെങ്ങനെയാണ് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുക? വടകരക്കാർ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് വടകരയിൽ കണ്ടത്. ഇവിടെ സമരം ചെയ്യാൻ വന്നത് 15 പേരായിരുന്നെങ്കിൽ ആ അങ്ങാടിയിൽ ഒരു നിമിഷം കൊണ്ട് കൂടിയത് ജനസാഗരമാണ് ഷാഫി പറമ്പിലിന് അനുകൂലമായിട്ട്. ഇതാണ് വടകരയിൽ സംഭവിക്കാൻ പോകുന്നത്, വടകരയിൽ സംഭവിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന അവരുടെ ജനപ്രതിനിധിയെ എങ്ങോട്ടും സഞ്ചരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന ധിക്കാരത്തോടു കൂടി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് CPM പിന്മാറുന്നതാണ് നല്ലതെന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഷാഫിക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നിപ്പോൾ അവർക്ക് പറയേണ്ടി വന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പ് ആ സമരവുമായിട്ട് അവർ മുന്നോട്ട് പോകാത്തത്? അങ്ങനെ സമരവുമായിട്ട് മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് CPM തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറയാൻ CPM എന്താ അർഹതയാണുള്ളത്? പ്രധാനപ്പെട്ട ചോദ്യം അങ്ങ് ഇവിടെ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പരാതി ഇല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിഷയം വന്ന ഉടനെ തന്നെ എല്ലാവരും എടുത്ത നിലപാടെന്താ? പരാതി നിയമപരമായി മുന്നോട്ട് പോകട്ടെ, കേസുണ്ടെങ്കിൽ കേസെടുക്കട്ടെ, ആരോപണ വിധേയൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ ചലഞ്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ തെളിയിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി അതിന്റെ പാർട്ടി തല നിലപാടുകൾ എടുത്തു. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്ന് മാറ്റി, അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിലപാടെടുത്തു. ഇനി ആ നിലപാട്, അതേ മാനദണ്ഡം മറ്റു പാർട്ടികളും മാതൃകയാക്കുമോ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ വളരെ ഗുരുതരമായിട്ടുള്ള കേസാണ്, അങ്ങനെ ശരി, അത്തരം വാദത്തിന് വേണ്ടി അതെല്ലാം സമ്മതിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പരാതിക്കാരി ആരാണെന്നറിയുന്ന, പ്രതി ആരാണെന്നറിയുന്നൊരു കേസുണ്ടല്ലോ, എന്തേ അതിൽ കേസെടുക്കാൻ നിങ്ങൾക്ക് ഇത്ര ഒരു ധൃതിയില്ലാത്തത്? മുഖ്യമന്ത്രിയുടെ വേദിയിലല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയത് നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളായിരുന്നു. അപ്പം ആ മകളെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തേ ആ മകളെ തേടി കേരള പോലീസിന്റെ അന്വേഷണ സംഘം പോയില്ല? എന്തേ മുഖ്യമന്ത്രി ആഫീസിലിരിക്കുന്ന ആ മാന്യ വ്യക്തിക്കെതിരെ പരാതിക്കാരി നേരിട്ടല്ലെങ്കിൽ കൂടിയും അത് കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമായി ആ കേസ്? പരാതിക്കാരി നേരിട്ടിറങ്ങിയില്ലെങ്കിലും നന്ദകുമാറിന്റെ പേരിലാണെങ്കിലും ആഷ്മി, എന്റെ ചോദ്യം അതല്ല. ലാഷ്മി, എന്തുകൊണ്ട് കേരള പോലീസിനും CPM അപ്പോൾ ഈ ആവേശം കണ്ടില്ല? അവിടെ പരാതിക്കാരിയെ അറിയാം,
അവരുടെ പാർട്ടി നേതാവിന്റെ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ മകളാണ്. അതൊക്കെ അവിടെ ഉമ്മൻചാണ്ടി ആരോപണം പോലീസായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുന്നയാളാണ്. എന്ത് സൗകര്യമായിരുന്നു അല്ല സനോജ്, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ആ ആവേശം അവിടെ കണ്ടിട്ടില്ല. ഇനി മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, മുകേഷ് എംഎൽഎയുടെ കാര്യത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഇരയെ എവിടെ ആക്ഷേപിച്ചു, ഇര മറ്റേതോ കേസിൽ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ അതിലൊരു സൗകര്യമായി കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ സംഘമല്ലേ മുകേഷ് തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചത്? അപ്പൊ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലിനെ തള്ളി പറയുന്നുണ്ടോ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ, നിങ്ങളുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് മുകേഷിനെ ഇപ്പോഴും MLA ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ വേദിയിൽ വിളിച്ചു വരുത്താൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത്? അപ്പൊ ഇത് ഇരട്ടത്താപ്പാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഇരട്ടത്താപ്പാണെന്നുള്ളത്, ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് CPM ഈ ഇരട്ടത്താപ്പിന് നിൽക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ നേതാക്കന്മാരുടെ, നിങ്ങളുടെ മന്ത്രിമാരുടെ പേരിലുള്ള ആരോപണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയോ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്.